എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ആശുപത്രി കാണിക്കാണ്. അവിടെ നമ്മുടെ സാസുക അവന് ഫൈറ്റില് ഒരുപാട് പരിക്കുകളേറ്റ് ഇപ്പൊ ചികിത്സയിലാണ്. അവന്റെ തൊട്ടടുത്ത് തന്നെ സാക്കുറ ഇരിപ്പുണ്ട്. അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവൻ അത് മൈൻഡ് പോലും ചെയ്യില്ല. അവൻ വീണ്ടും വീണ്ടും ആ ഫൈറ്റ് ആലോചിക്കും. അതില് നമ്മുടെ സാസുക തോറ്റുപോയി. ഷെരീങ്കൻ കണ്ണുണ്ടായിട്ട് പോലും അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാനായില്ല. കുട്ടപ്പൻ അവൻ വളരെ മിടുക്കനായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിച്ചു. അവൻ ആകെ അപ്സെറ്റ് ആയിട്ട് അത് തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ച് അവനോട് തന്നെ വെറുപ്പ് തോന്നും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആന്റിയെ കാണിക്കും. ആന്റി ആവട്ടെ ഒരുപാട് പേരെ വിളിച്ചു ചേർത്ത് എന്തായാലും നമുക്ക് ജുനിയൻ എക്സാം അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. നമുക്ക് തീർച്ചയായിട്ടും ഒരു ജുനിയനെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോ അവിടെ ഫൈറ്റ് നടന്നപ്പോ ഒരുപാട് പേര് അത് നോക്കി നിന്നില്ലേ. അവരിൽ ഒരുപാട് പേരെ അവൾ വിളിച്ചു വരുത്തും. മാത്രമല്ല ബാക്കിയുള്ളവരോട് അന്ന് ആരായിരുന്നു ഏറ്റവും നല്ലതുപോലെ ഫൈറ്റ് ചെയ്തത്, അടുത്ത ജുനിയൻ ആവാൻ അർഹതയുള്ളവൻ ആരാണ് എന്നൊക്കെ ചോദിച്ച് ഒരാളെ കണ്ടെത്തും. നീയാണ് ഞാൻ അന്വേഷിച്ചറിഞ്ഞതിൽ വെച്ച് ഏറ്റവും മികച്ചതായിട്ട് ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നീയായിരിക്കും അടുത്ത ജുനിയൻ എന്ന് പറഞ്ഞ് അവൾ അവനെ തെരഞ്ഞെടുക്കും. പക്ഷെ അത് ആരാണ് എന്താണ് എന്നൊന്നും ഇപ്പൊ കാണിക്കില്ല. കട്ട് ചെയ്താ നമ്മുടെ ഈനോയും ഉണ്ടപ്പൻ ചോച്ചിയും കൂടെ നാറെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ഷിക്കമുരു നാറയാണ് നമ്മുടെ ആന്റി പുതിയ ജുനിയനായിട്ട് സെലക്ട് ചെയ്തത്. അതിന്റെ സെലിബ്രേഷന് അവരെല്ലാവരും ഇപ്പൊ ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ചോച്ചി ആണെങ്കിൽ ഹോട്ടലിൽ എഴുതി വെച്ചാ അവിടെ കമന്നടിച്ചു വീഴും. ബില്ല് കണ്ട് കണ്ണ് തള്ളിയാണ് പാവൻ നാറ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് സാസുക അവൻ വീണ്ടും ടെൻഷൻ അടിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഉള്ള എല്ലാ ഫൈറ്റിലും അവൻ ദാരുണമായിട്ട് പരാജയപ്പെടുകയാണ്. അതുമാത്രമല്ല അവന്റെ ചേട്ടൻ പോലും അവന് വില കുറിച്ച് കണ്ടു. നീയൊന്നും എനിക്കൊരു എര പോലും അല്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കോ. കട്ട് ചെയ്ത വീണ്ടും നമ്മുടെ ചോച്ചിക്കുട്ടനാവട്ടെ ഒരു വിശ്രമവും ഇല്ലാതെ തിന്നുകൊണ്ടേയിരിക്കുകയാണ്. പാവം ഈനോ പെണ്ണ് പേടിച്ച് അവന്റെ അടുത്തുനിന്ന് കുറച്ച് മാറിയിരിക്കും. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഈനോ പെണ്ണ് സൂക്ഷിച്ചു വെച്ച അവളുടെ പീസും എടുത്ത് ഉണ്ടപ്പം കുത്തി കയറ്റുമ്പോ അവൾക്ക് കലി വന്ന് നിർത്തിനടാ നിന്റെ തീറ്റ, സ്റ്റോപ്പ് ദ ഫക്ക്. ആദ്യമൊക്കെ ഇങ്ങനെ തിന്നാൻ ഭയങ്കര രസമായിരിക്കും. കുറച്ച് കഴിയുമ്പോഴേ അറിയൂ കക്കൂസിന്ന് നിനക്ക് എണീക്കാൻ പറ്റില്ല. അപ്പൊ നാറ അവളെ സമാധാനിപ്പിച്ചിട്ട് നമ്മൾ ഇവിടേക്ക് വന്നത് ഹാപ്പി ആയിട്ടിരിക്കാനാണ്, അതുകൊണ്ട് യാതൊരു വഴക്കും നമ്മുടെ ഇടയിൽ വേണ്ടെന്ന് പറയുമ്പോ അസുമി ആവട്ടെ അവരുടെ 3 പേരുടെയും ക്യാരക്ടർ കണ്ട് വണ്ടടിച്ചു പോകും. ഈനോ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി ചോച്ചിയുടെ അടുത്തേക്ക് വന്ന് നീ വളരെ ലക്കിയാണ്, കാരണം നിനക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ടെൻഷനാണ്, അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ വളരെയധികം ലക്കിയാണ്, കാരണം ഞാനൊരു സ്ലിം ബ്യൂട്ടിയാണ്. ഒരു പക്ഷേ എന്നെപ്പോലെ നീയും മെലിഞ്ഞ് സുന്ദരനാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പെണ്ണ് നിന്നെ നോക്കൂന്ന് പറഞ്ഞ് അവനെ കളിയാക്കി അവൾ അവിടുന്ന് കടന്നു പോകും. പാവൻ ചോച്ചിക്ക് ഒരുപാട് സങ്കടമായിട്ട് അവൻ നിൽക്കുമ്പോ നാറയാവട്ടെ നീ ഒരിക്കലും അവള് പറഞ്ഞത് കാര്യമായിട്ട് എടുക്കണ്ട, അവള് 10ാം ക്ലാസ് തോറ്റവളാണ്, അവൾക്ക് അത്രേ വിവരമുള്ളൂ. സത്യമായിട്ടും ആളുകൾക്ക് ചബ്ബിയായിട്ടുള്ളവരെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഉണ്ടപ്പന് ഒരുപാട് സന്തോഷമായിട്ട് നീയാണ് ഏറ്റവും നല്ല നിഞ്ച, സാസുകയെക്കാളും കുട്ടപ്പനേക്കാളും അടിപൊളി നീയാണെന്ന് പറയുമ്പോ നാറയാവട്ടെ ഇവൻ പറഞ്ഞു പറഞ്ഞ് എനിക്കിട്ട് തന്നെ താങ്ങുവാണോ എന്ന് ചിന്തിച്ച് അവനെ നോക്കി നിൽക്കും. നിനക്ക് ഇത്രയും കഴിവുകളുള്ളതുകൊണ്ടാണ് നീ ഒരു ചുനിയനായതെന്ന് ഉണ്ടപ്പം പറയുമ്പോ അപ്പൊ നാറ പറയും ഞാൻ അത്ര നല്ല ഫൈറ്ററൊന്നും അല്ല, തീർച്ചയായിട്ടും ഞാനും നീയും ഫൈറ്റ് ചെയ്താല് ഞാൻ 8 നടയിൽ പൊട്ടിപ്പോവും. പക്ഷെ ചോച്ചിക്ക് അവള് പറഞ്ഞത് തീരെ വിഷമമായിട്ടില്ല. പക്ഷെ അസുമ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായെന്ന് ചോച്ചി ഒരുപാട് സങ്കടത്തിൽ പറയും. നാറ പറയും ചോച്ചിയെ കൊണ്ട് ചോച്ചി ആവാനേ സാധിക്കൂ, എന്നെ കൊണ്ട് നാറയാവാനും. നീ വളരെയധികം യുണീക്കാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും നീ നിന്നെ തന്നെ ഇഷ്ടപ്പെടുക. നാറ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോ ചോച്ചി ആവട്ടെ നീ അടിപൊളിയായി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വലിയൊരു ഹൊക്കാഗെ ആവണമെന്ന് അവന്റെ അടുത്ത് പറയും. കട്ട് ചെയ്താ ഇപ്പൊ സാസുകയ്ക്ക് ദേഷ്യം കയറി കയറി അവൻ എല്ലാവരോടും ഇപ്പൊ വെറുപ്പാണ്. സാക്കുറ പോലും റൂമിലേക്ക് കയറി വരുമ്പോ അവളെ കുട്ടപ്പനായിട്ടാണ് നമ്മുടെ ആള് കാണുക. ആ സമയത്ത് ബ്രഹ്മാണ്ഡ വില്ലൻ ഒറോച്ചിമാറുവിനെ കാണിക്കുകയാണ്. അവന്റെ കൂട്ടാളികളെ വിളിച്ച് ഇതാണ് പറ്റിയ അവസരം, എത്രയും പെട്ടെന്ന് നമുക്ക് ലീഫ് വില്ലേജ് തകർത്ത് കളയണം. കട്ട് ചെയ്താ ലീ ഇപ്പോ അവന്റെ ഓപ്പറേഷന് സമ്മതിക്കും. ആന്റിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് ആശ്വാസമാവും. പക്ഷെ ഓപ്പറേഷൻ ഓൾറെഡി റിസ്ക് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ആന്റി ആവട്ടെ അവള് വീണ്ടും അവനോട് നിനക്ക് നിന്റെ ആഗ്രഹം അത് മാറ്റിക്കൂടെയും ചോദിക്കും. അതിനവൻ സങ്കടപ്പെട്ടു പറയും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നിഞ്ചയാകണം എന്നതാണ്. ഒരു നിഞ്ചയാവാതെ ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ്. ഇനി ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്, ഞാൻ ആ ഓപ്പറേഷന് 100% തയ്യാറാണെന്ന് ലീ വളരെ സ്ട്രോങ് ആയിട്ട് ആന്റിയുടെ അടുത്ത് പറയും. എനിക്കൊരു നിഞ്ചയാവണം, പിന്നീട് വലിയൊരു ഹൊക്കാഗെ എന്ന് അവൻ പറയുമ്പോ നമ്മുടെ ആന്റി വണ്ടടിച്ചു പോവും. കാരണം കുട്ടപ്പനും
കുട്ടപ്പനും ഇതേ ആഗ്രഹം തന്നെയാണ് അവന്റെ മനസ്സിലുള്ളത്. ഗ്രാമത്തിലുള്ള ഓരോരുത്തരെ ആലോചിച്ച് അവളിപ്പോ വണ്ടറടിക്കും. അവക്ക് മനസ്സിലാവും തേർഡ് ഹൊക്കാകെ എത്രമാത്രം കാര്യമായിട്ടാണ് ഈ ഒരു വില്ലേജ് കൊണ്ടുപോയതെന്ന്. ആന്റി പറയും, നീ പറഞ്ഞ പോലെ തന്നെ അടുത്ത ദിവസം ഓപ്പറേഷൻ, നീ റെഡി ആയിട്ടിരിക്കാൻ ആന്റി അവന്റെ അടുത്ത് പറയും. കട്ട് ചെയ്ത സാസുകെ അവനിപ്പോഴും അതേ മാനസികാവസ്ഥയിലാണ്. അവന്റെ അടുത്തേക്ക് സാക്കുറയും കുട്ടപ്പനും ഒരേപോലെ കയറി വരുമ്പോ കുട്ടപ്പന്റെ ചിരിയും സംസാരവും കേൾക്കുമ്പോ അവൻ ഒരുപാട് ദേഷ്യം വരും. അവൻ പെട്ടെന്ന് പഴയ ഇമാജിനേഷനിലേക്ക് പോവും. കുട്ടപ്പൻ ആ ഒരു വില്ലനെ അടിച്ചു വീഴ്ത്തുന്നത്, സാസുകേനെ അവൻ സിമ്പിളായിട്ട് അടിച്ചു താഴെയിടും. കുട്ടപ്പൻ അവരെ എല്ലാവരെയും തോൽപ്പിച്ച് മുൻപോട്ട് വരുന്ന ആ ഒരു രംഗം കാണുമ്പോ ഇപ്പൊ സാസുകയ്ക്ക് ഒരുപാട് ദേഷ്യം തോന്നും. കുട്ടപ്പനാവട്ടെ സാസുകയുടെ കലിപ്പ് കാണുമ്പോ എന്തൊക്കെയോ അഞ്ചാറ് ചളിപ്പ് പറയും. സാക്കുറയ്ക്ക് കലിപ്പിളകി ഒരൊറ്റ അടി കൊടുക്കും അവന്റെ മോന്തയ്ക്ക്. അവൻ ആകെ അപ്സെറ്റ് ആയിട്ട് അവന്റെ ചേട്ടൻ പറഞ്ഞ് ആലോചിക്കും, നീ ഇപ്പോഴും ഒരു വേസ്റ്റ് ആണ്, എനിക്ക് നീ ഒരു എര പോലും അല്ലാന്ന് പറഞ്ഞ് അവനെ പുച്ഛിക്കും. അതൊക്കെ ഓർത്തോർത്ത് അവന്റെ ദേഷ്യം ഇരട്ടിച്ചു വരുമ്പോ ഇവിടെ സാക്കുറ പെണ്ണാവട്ടെ ആപ്പിള് കട്ട് ചെയ്ത് അവളുടെ പ്രിയതമന്റെ മുൻപിലേക്ക് നീട്ടും. അവനത് തട്ടിയെറിഞ്ഞ് കുട്ടപ്പനോട് പറയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യ്. സാസുവയ്ക്ക് ഇപ്പോഴും ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടേയിരിക്കാണ്. അവന്റെ കണ്ണിലെ ദേഷ്യം കണ്ട് കുട്ടപ്പനാവട്ടെ നോ. അപ്പൊ സാസുക അവന്റെ ശരീരം കണ്ണ് തന്നെ പുറത്തേക്ക് എടുക്കും. സാക്കുറ ടെൻഷനായിട്ട് വേണ്ട വേണ്ട എന്ന് ഒരുപാട് വട്ടം പറയും. പക്ഷെ അവന് കുട്ടപ്പനോട് തീർത്താൽ തീരാത്ത അത്രയും ദേഷ്യമാണ്. കുട്ടപ്പൻ എല്ലാവരെയും തോൽപ്പിച്ച് സാസുകയെ രക്ഷിച്ചു. അതാണ് അവന് സഹിക്കാൻ കഴിയാത്തത്. സാസുക പറയും, ആന്റി അവളുടെ കടമ മാത്രമാണ് ചെയ്തത്. അവള് ഹൊക്കാകെ ആയാലും ആയില്ലെങ്കിലും എനിക്കൊന്നുമില്ല. കുറെ നേരം അത് കേട്ടു നിന്ന് കഴിയുമ്പോൾ നമ്മുടെ കുട്ടപ്പനാവട്ടെ ഫൈറ്റ് ചെയ്യാൻ ഞാനും റെഡിയാണെന്ന് അവന്റെ അടുത്ത് പറയും. സാക്കുറ ഒരുപാട് തവണ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുമെങ്കിലും ഇപ്പൊ സാസുകയ്ക്ക് കലി കയറി അവന്റെ ബോഡിയിൽ ആ ഒരു മാർക്ക് മുഴുവനായിട്ടും വരും. അങ്ങനെ അവർ രണ്ടുപേരും സ്റ്റെപ്പ് കയറി കയറി ആ ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും മുകളിലെത്തും. അവർ ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടപ്പന്റെ വയറ്റിൽ എന്തോ ഒരു പ്രോബ്ലം. പക്ഷെ കുട്ടപ്പന് അവന് ചെറിയ പേടിയുണ്ട്. പക്ഷെ മുഖത്ത് അവൻ സന്തോഷം അഭിനയിക്കും. സാസുക അവനും ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ കുട്ടപ്പനാവട്ടെ തീർച്ചയായും ഞാൻ നിന്നെ അടിച്ചു തോൽപ്പിക്കുമെന്ന് അവന്റെ മുഖത്ത് നോക്കി പറയും. അത് കേൾക്കേണ്ട താമസം സാസുകയുടെ കലി അത് 10 മടങ്ങാവും. അപ്പൊ വീണ്ടും അവന്റെ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം കൂടെ അവൻ ആലോചിക്കും. അക്കറ്റ്സുക്കി ഓർഗനൈസേഷന് ഇപ്പൊ ആവശ്യം കുട്ടപ്പനെയാണ്. അപ്പോ ഇവൻ എന്നെ കഴിഞ്ഞും വലിയവനാണോന്നും പറഞ്ഞ് സാസുകയാവട്ടെ വിടില്ല എന്നു പറഞ്ഞ് കുട്ടപ്പന്റെ നേർക്ക് അലറാൻ തുടങ്ങും. നിന്നെ സഹായിച്ച എന്നെ തന്നെ നീ കൊല്ലാൻ ശ്രമിക്കുന്നു, നിന്നെ ഞാനും വെറുതെ വിടില്ല എന്ന് കുട്ടപ്പൻ പറയുമ്പോ സാക്കുറ പെണ്ണാവട്ടെ ഇപ്പൊ ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽപ്പെട്ട അവസ്ഥയാണ്. അപ്പൊ സാസുക നീ വെറും ഒരു തോൽവിയാണ്, ഒരു ശിക്കാരി ശമ്പു. അതിന് കുട്ടപ്പൻ നീ ഒരിക്കലും ഒരു മിഷനിലും ഇപ്പൊ ജയിക്കാറില്ല. തോറ്റ് നിനക്കിപ്പോ തോൽവി ഒരു ശീലമായി. എനിക്ക് നിന്നെ സ്പോട്ട് ചെയ്ത് കിട്ടി, തീർച്ചയായിട്ടും നിന്നെ ഞാൻ വിടില്ല. നിനക്ക് വേണമെങ്കിൽ ആ ഒരു ഹെഡ് ബാൻഡ് എടുത്ത് കെട്ടാനുള്ള സമയം ഞാൻ തരാന്ന് കുട്ടപ്പൻ പറയുമ്പോ പക്ഷെ സാസുക അവൻ സിമ്പിൾ ആയിട്ട് പറയും, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ആക്ച്വലി ആ ഒരു ബാൻഡ് കെട്ടിയാൽ മാത്രമേ ഇവർ നിഞ്ചകളാണെന്ന് പറയാനുള്ള അർഹത പോലും ഇവർക്കുള്ളൂ. നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഇപ്പൊ തന്നെ ഓടിക്കോ, എന്റെ നെറ്റിയിൽ പോലും നിന്നെ കൊണ്ട് തൊടാൻ സാധിക്കില്ല എന്ന് സാസുക പറയും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഫൈറ്റ് ചെയ്യാൻ പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. സാസുക കുട്ടപ്പന്റെ മേലെ ചാടി വീഴും. എന്നിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തും. കുട്ടപ്പൻ സാസുകയെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോ സാസുക ആവട്ടെ അവന് പടപടാന്ന് 5-6 വെച്ചു കൊടുക്കും. താഴെ വീണ കുട്ടപ്പൻ സാസുകയുടെ മോന്തയ്ക്ക് ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. ചവിട്ടും കൊണ്ട് താഴെ വീണ സാസുക എഴുന്നേറ്റ് നോക്കുമ്പോ നമ്മുടെ കുട്ടപ്പനെ കാണാനുണ്ടാവൂല. അവൻ എവിടെ പോയിന്ന് പറഞ്ഞ് അവൻ മേലേക്ക് നോക്കുമ്പോ നമ്മുടെ കുട്ടപ്പൻ വാട്ടർ ടാങ്കിന്റെ മേലെ നിന്ന് ചാടി വന്ന് സാസുകയ്ക്ക് ഒരൊറ്റ ഇടി. വീണ്ടും സാസുക ചാടി എഴുന്നേറ്റ് കുട്ടപ്പനൊരിടി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ ശ്വാസം കിട്ടാതെ വലിച്ചു നിൽക്കുകയാണ്. നറൂട്ടോ കുട്ടപ്പൻ പെട്ടെന്ന് തന്നെ അവന്റെ ഷാഡോ ക്ലൗൺസ് ഉപയോഗിക്കും. ഒരുപാട് ക്ലൗൺസിനെ സാസുകയുടെ ചുറ്റും കൊണ്ടുവന്ന് 4 സൈഡിൽ നിന്നും ഓരോ ക്ലൗൺസ് ആയിട്ട് ചാടി വീണ് ഇപ്പൊ സാസുകയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ ഓൾറെഡി ഒരു അടിപൊളി നിഞ്ചയാണ്. സാസുക ഓരോരോ ക്ലൗൺസിനായിട്ട് തട്ടി തെറിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ കുട്ടപ്പൻ അവന് 9 ടൈൽ ഫോക്സിന്റെ ആ ഒരു പവർ ഉണ്ട്. അവൻ മേലേന്ന് ചാടി വന്ന് സാസുകനെ ഇടിച്ചു തെറിപ്പിച്ച് കറക്കി താഴെയിടും. സാസുക തീ തുപ്പി അവിടെ ഉണ്ടായിരുന്ന ക്ലൗൺസിനെ എല്ലാം തന്നെ കത്തിച്ചു കളയുമ്പോ പെട്ടെന്ന് ആ തീ എല്ലാം തന്നെ ഒരു ഗോളമായിട്ട് മാറി
മാറി നമ്മുടെ കുട്ടപ്പന്റെ കയ്യിലെത്തും. ഇത് മറ്റൊന്നുമല്ല, സാക്ഷാൽ നമ്മുടെ റസൻഗൺ ടെക്നിക്ക്. ഒരു മിനിറ്റ് നമ്മുടെ സാസുക കൺഫ്യൂഷൻ ആവും. പെട്ടെന്ന് തന്നെ അവൻ ചിത്തോരി പവർ കയ്യിലെടുത്ത് കുട്ടപ്പന്റെ നേർക്ക് ചാടി വീഴും. ഇവിടെ കുട്ടപ്പനാവട്ടെ റസൻഗൺ പവർ എടുത്ത് സാസുകയെ അടിച്ചു തെറിപ്പിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് സാസുക ഇത് കണ്ട് പേടിച്ച് അവരെ രണ്ടുപേരെയും തടയാനായിട്ട് അവരുടെ ഇടയിലേക്ക് ഓടി വരുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.